പോകുന്നത്? വീട്ടിലേക്ക്. വീട്ടിലേക്കോ? മോനെ, ഉണ്ണി, ഉണ്ണി, ഗോപാലേട്ടാ, ഗോപാലേട്ടാ. കുഞ്ഞേ, ഉണ്ണി ഇവിടെ? ഇവിടെ കളിച്ചു കയറുന്നു. ഇപ്പൊ കാണാനില്ല. പുറകെ നോക്കിയോ? ഉവ്, അവിടെ നോക്കിട്ടേ ഞാൻ അങ്ങോട്ട് വരണേ. എവിടെയും കാണാനില്ല. ആ കഴുത എവിടെ? മണി ഉണ്ണിയുടെ കൂടെ കളിച്ചു കയറുന്നു. ഇത്രയും അസത്തെ പാടല്ലേ ഗോപാലേട്ടാ? അവൻ ചെറിയ കുട്ടിയല്ലേ. ഞാൻ റോഡിൽ നോക്കിട്ട് വരാം. ഹലോ, ഗോപാലേട്ടനാണോ? അതെ. ആരാ? എനിക്കെന്നെ മനസ്സിലായില്ലല്ലോ പൈസ. ഓ, നീയാണോ? ആ, തന്റെ മുതലാളിയില്ലടോ അവിടെ? ഇല്ല, പുറത്തു പോയിരിക്കുക. വന്നാലൊരു കാര്യം പറഞ്ഞേക്ക്. അവന്റെ ആ കുട്ടിസ്രാം കൊണ്ടല്ലോ ആ പയ്യൻ അവൻ എന്റെ അടുത്തുണ്ട്. നാളേക്കുള്ളിൽ 2 ലക്ഷം രൂപ എന്നെ ഏൽപ്പിക്കണം. അത് വാങ്ങിക്കാനുള്ള വഴിയെന്ന് ഞാൻ പിന്നെ പറഞ്ഞോളാം. ദ്രോഹി. ആ, ഈ കാര്യം അങ്ങനെ പോലീസിൽ അറിയിച്ചാൽ പയ്യന്റെ തലയും ഉടലും വേറെ കാണും. எனக்கு கொஞ்சம் அர்ஜென்ட் வேலை இருக்கு. வீடு வரைக்கும் போறேன். சரி. മോഹൻ, എന്തു പറ്റി? ഇൻസ്പെക്ടർ, എന്റെ കുട്ടിയെ കാണാനില്ല. ഉണ്ണിയോ? ഏകദേശം 3 മണിക്കൂറായി അവനെ കാണാതായിട്ട്. മണി എന്നൊരു പയ്യനും കൂടെയുണ്ട്. ഇൻസ്പെക്ടർ, എങ്ങനെയെങ്കിലും എന്റെ മോനെ കണ്ടുപിടിച്ച് തരണം പ്ലീസ്. തീർച്ചയായും മോഹൻ, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ആരുമില്ല. പക്ഷേ രഞ്ജിത്തും ഞാനും തമ്മിൽ അത്ര സുഖത്തിലല്ല. ഓഹോ, ശരി, പോയിക്കോളൂ. ഞാൻ അന്വേഷിക്കാം. താങ്ക് യു. ഹലോ. ആകിതേ, നമുക്ക് ഡോക്ടറെ ഇനി ഒരിക്കൽ കാണാം. നമ്മുടെ മോഹന്റെ കുഞ്ഞില്ലേ ഉണ്ണി, അവനെ കാണാനില്ലെന്ന് പറഞ്ഞ് മോഹൻ ഇവിടെ വന്നിരുന്നു. ഉണ്ണിയോ? കുറച്ചു മുൻപ് അവൻ എന്റെ അടുത്തുണ്ടായിരുന്നു. ഏതായാലും മോഹൻ അതറിയണ്ട, കുഴപ്പം കൂടുകയുള്ളൂ. വേഗം ചെല്ലു, നമുക്ക് ഡോക്ടറെ പിന്നെ കാണാം. അവൻ കൊച്ചുകുട്ടിയല്ലേ. ഭയപ്പെടാനൊന്നുമില്ല ഗീതേ, നീ സമാധാനമായിട്ടിരിക്കേ. ഞാൻ വേണ്ടത് ചെയ്യുന്നുണ്ട്. വേഗം ചെല്ലു. சார், அவங்க தப்பிச்சு போயிட்டாங்க சார்.
പിടിച്ചോ. കുഞ്ഞെ, ഉണ്ണിയെ കാണാൻ ഈ വീട് മരിച്ച വീട് പോലെ ആയിരുന്നു. ഏതായാലും കുഞ്ഞ് ഈ രാത്രി കഷ്ടപ്പെട്ട് ഉണ്ണിയെ തേടി പിടിച്ചു കൊണ്ടുവന്നല്ലോ. ഈ ഉപകാരം ഞാൻ മരിക്കുവോളം മറക്കില്ല കുഞ്ഞെ, ഞാൻ മരിക്കുവോളം മറക്കില്ല. എന്നോട് ഗോപാലേട്ടൻ നന്ദി പറയേണ്ട കാര്യമൊന്നും സത്യത്തിൽ ഉണ്ണിയെ കാണാതായെന്നറിഞ്ഞപ്പോ ഞാനും വിഷമിച്ചു. മാത്രമല്ല മോന് വിശക്കുന്നില്ലേ? പോയി വല്ലതും കഴിക്ക്. അച്ഛനും വരണം. അച്ഛൻ വരാം, മോൻ കഴിക്കും. ഗോപാലേട്ടാ, മോനെ കൊണ്ട് ആഹാരം പാമ്പനി. കുഞ്ഞി കുഞ്ഞു പോകരുതേ, ഗോപാലേട്ടൻ ഇപ്പൊ കാപ്പി കൊണ്ടുപോയാ. മോൻ, ആ രഞ്ജിത്തിനെ സൂക്ഷിക്കണമെന്ന് നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, നീ കേട്ടില്ല. ഇപ്പൊ എന്തായി? ഉണ്ണിയെ വെച്ച് തന്നെ അവൻ മുതലെടുക്കാൻ ശ്രമിച്ചില്ലേ? ഇല്ലേ? ഇൻസ്പെക്ടർ, എന്റെ മോനെ തിരികെ കൊണ്ടു തന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടണമെന്നില്ല. മോഹൻ, നീ എന്താണ് വിളിച്ചത്? ഇൻസ്പെക്ടറോ? നീ എന്റെ പേര് മറന്നുപോയോ? അതോ നീ അഭിനയിക്കുകയാണ്? എന്ത് വേണമെങ്കിലും വിചാരിക്കാം. ശരി, ഞാൻ ഇറങ്ങും. പക്ഷേ മോഹൻ, നീ എനിക്കെന്നും എന്റെ പഴയ മോഹനായിരിക്കും. ഗുഡ് നൈറ്റ്. കോഫി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗീത. മോഹന്റെ ഇന്നത്തെ പെരുമാറ്റം എനിക്കത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ഉണ്ണി ഇവിടെ വന്നതുകൊണ്ടാണോ? ഉണ്ണി ഇവിടെ വന്ന വിവരം അവൻ അറിഞ്ഞു കാണില്ല. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ അവനോട് ചെയ്തിട്ടില്ല. ഇനി അറിയാതെ വല്ലതും. മിസ്റ്റർ മോഹനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആളല്ലേ നിങ്ങൾ? ആയിരുന്നു. പക്ഷേ അവനെ ആദ്യമായി എന്നിൽ നിന്ന് അകറ്റിയത് നമ്മുടെ വിവാഹമാണ്. ഇപ്പോ ഞാൻ അവന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊടുത്തിട്ട് പോലും അവന്റെ പെരുമാറ്റത്തിന് ഒരു മാറ്റവുമില്ല. അവൻ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം ശരിയാകുമെന്നാണ് എന്റെ വിശ്വാസം. ആ, അത് തന്നെയാണ് എന്റെയും ആഗ്രഹം. അതൊക്കെ ഇരിക്കട്ടെ, എന്നാണ് ഊട്ടിക്ക് പോകുന്നത്? ആ, നാളെ പോണം. ഉടനെ തിരിച്ചു വരികയും ചെയ്യും. 4-5 വർഷം പഴക്കമുള്ള ഒരു കൊലക്കേസ് അന്വേഷണത്തിനാ. വരൂ, കാപ്പി കുടിക്കാം.